خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله علمه الأسماء جميعا سبحان العاطي بعطاء أسكنه في الجنة لكن إبليس الخادع أغوى فأنزله الله إلى الأرض ليعمرها ويعيش قضاء أنزله الله إلى الأرض ليعمرها ويعيش قضاء خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله. അറിവിന്റെയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും അനർഘരത്നമാണ് ബീവി നഫീസ. മലയാളികളുടെ നബീസ ബീവി. മുസ്ലിം വീടുകളുടെ ചൈതന്യമാണ് ആ വിശുദ്ധ സ്മരണകൾ. നഫീസത്തുമാല പാടി ഉമ്മമാർ കുട്ടികളെ താരാട്ടി. ആ താരാട്ട് കേൾക്കാത്ത പഴയ തലമുറയുണ്ടാകില്ല. മുലപ്പാലിനൊപ്പം ആ മാഹാത്മ്യമാണ് പഴയ തലമുറയിലെ ഉമ്മമാർ പകർന്നു നൽകിയത്. ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിലും നഫീസ ബീവിയെ ഹൃദയത്തിലേറ്റുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇപ്പോഴും. കൈറോ നഗരത്തിന്റെ തിരക്കിനിടയിൽ വിശാലമായ സയ്യിദത്ത് നഫീസ പള്ളി. ഈ സ്ഥലത്തിനും മഹദിയുടെ പേർ തന്നെയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഹിജ്റ 145 നഫീസത്തുൽ മിസ്രിയ ജനിക്കുന്നത്. 8-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആ കുട്ടി അഗാധ ജ്ഞാനത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും വഴിയിലാണ് വളർന്നത്. വിശുദ്ധ ഭൂമിയുടെ വിളി കേട്ട് മക്കയിലും മദീനയിലും കുടുംബസമേതം താമസമാക്കിയ അവർ മദീനയിലെ ഇമാം മാലിക്കിന്റെ പാഠശാലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ മുവത്വ പൂർത്തിയാക്കി. 30 വർഷത്തിലധികമാണ് നഫീസ ബീവി മദീനയിൽ ജ്ഞാനജ്യോതിസായി പ്രകാശിച്ചത്. ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പുണ്യസ്ഥലങ്ങളിലെ മക്ബറകൾ സന്ദർശിച്ചും ജനങ്ങൾക്ക് ആത്മീയോപദേശം നൽകിയും യാത്ര തുടർന്ന അവർ ഒടുവിൽ ഈജിപ്തിൽ തന്നെ എത്തിച്ചേർന്നു. ആരാധനയുടെയും ഇലാഹി സ്മരണയുടെയും മധുരമറിഞ്ഞ നഫീസ ബീവി ഭൗതിക കാര്യങ്ങളിൽ വിരക്തയായിരുന്നു. സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച് 999 പ്രാവശ്യം അതിലിരുന്ന് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത മഹദിയെ അതേ ഖബറിൽ തന്നെയാണ് മറയ്ക്കപ്പെട്ടത്. രോഗശമനത്തിനായി ദുആ ചെയ്യിക്കാൻ ഇമാം ഷാഫിഈ നഫീസ ബീവിയുടെ സമീപം വന്നിരുന്നു. തന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ബീവിക്ക് പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നെന്നും അതുപ്രകാരം നഫീസ ബീവിയുടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഖബറിലേക്ക് വെച്ചതെന്നും ചരിത്രം പറയുന്നു. ഈജിപ്തിലെ സ്ത്രീകൾ ഇന്നും ആ വിശുദ്ധ സ്മരണ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ്. എവിടെ ഒരു സ്ത്രീ ഗർഭം ധരിച്ചാലും നഫീസ ബീവിയുടെ പേരിൽ ഫാത്തിഹയോതും അവരുടെ മക്ബറയിലേക്ക് നേർച്ച കരുതും. ഇത് ചെയ്യുന്നവർക്ക് സുഖപ്രസവവും ക്ഷേമവും കൈവരുമെന്നാണ് അനുഭവവും യാഥാർത്ഥ്യവും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇസ്ലാമിക വൈജ്ഞാനിക സമുച്ചയമാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ഈജിപ്ത് എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന നാമങ്ങളിലൊന്ന് അൽ അസ്ഹറിന്റേതായിരിക്കും. തലസ്ഥാനമായ കെയ്റോയിലാണ്
വിശ്വപ്രസിദ്ധമായ ഈ വിജ്ഞാനഗേഹം സ്ഥിതി ചെയ്യുന്നത്. ഒരു ജുമുഅത്ത് പള്ളിയായിട്ടായിരുന്നു തുടക്കം. 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള അൽ അസ്ഹറിന് ഈ അർത്ഥത്തിൽ ലോകചരിത്രത്തിന്റെ, പ്രത്യേകിച്ചും മുസ്ലിം ജീവിതത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക സ്ഥാനമുണ്ട്. AD 969 ഫാത്തിമി ഭരണം സ്ഥാപിച്ച മൊയ്സുലിദ്ദീനില്ലായുടെ സേനാനായകൻ അൽ ജൗഹറുസക്കല്ലിയാണ് കെയ്റോ പട്ടണത്തിന്റെയും അതുവഴി അൽ അസ്ഹറിന്റെയും സ്ഥാപകൻ. ഷിയാക്കളുടെ വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ചെറിയൊരു സംവിധാനമായിട്ടാണ് അസ്ഹർ സ്ഥാപിക്കപ്പെട്ടത്. 1798 നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണം അൽ അസ്ഹർ ചരിത്രത്തിലെ രക്തം മണക്കുന്ന ഓർമ്മയാണ്. 4000 ഈജിപ്തുകാരെ കൊന്നൊടുക്കിയ നെപ്പോളിയന്റെ സൈന്യം അൽ അസ്ഹറിനെ യുദ്ധക്കളമാക്കി. പീരങ്കികൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. പള്ളിയുടെ മിഹ്റാബ് കുതിരാലയമാക്കി. മഹാപണ്ഡിതരെ വെടിവെച്ചു കൊന്നു. 1919 ഇംഗ്ലീഷ് വിരുദ്ധ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അൽ അസ്ഹറിൽ നിന്നായിരുന്നു. കെയ്റോ മസ്ജിദ് എന്നായിരുന്നു അസ്ഹറിന്റെ ആദ്യത്തെ പേർ. നബിപുത്രി ഫാത്തിമത്തു സഹ്റായിലേക്ക് ചേർത്താണ് അൽ അസ്ഹർ എന്ന് പേര് നൽകിയതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മറ്റു ചില കാരണങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരുമുണ്ട്. ഷിയ വിശ്വാസികളായിരുന്ന ഫാത്തിമികൾക്കു ശേഷം സുന്നികളായ അയൂബികൾ അധികാരത്തിലെത്തി. ഇവരുടെ കാലത്ത് അൽ അസ്ഹർ അവഗണിക്കപ്പെട്ടെങ്കിലും തുടർന്നു വന്ന മംലൂക്കുകൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. രണ്ട് അകത്തളങ്ങളും ഒരു വരാന്തയുമാണ് പള്ളിക്കുള്ളത്. 375 മാർബിൾ തൂണുകളാണ് ഈ സുന്ദര സൗധത്തെ താങ്ങി നിർത്തുന്നത്. മാറി മാറി വന്ന ഭരണകൂടങ്ങളും രാജാക്കന്മാരും അസ്ഹറിനെ അണിഞ്ഞൊരുക്കി. തലയുയർത്തി നിൽക്കുന്ന ഈ 5 മിനാരങ്ങളിൽ നിന്ന് വാങ്കുവിളിക്കാൻ പ്രത്യേകം ആളുകളെ നിശ്ചയിച്ചിരുന്നു. ഉച്ചഭാഷിണി സാർവത്രികമായതോടെ ആ സമ്പ്രദായം നിർത്തലാക്കി. മതപഠനത്തിനു പുറമെ ഭൗതിക ശാഖകളിലെ കോഴ്സുകൾ കൂടി അസ്ഹറിൽ ആരംഭിച്ചത് സ്വലാഹുദ്ദീൻ അയൂബിയാണ്. 4 മദ്ഹബിന്റെയും വീക്ഷണത്തിലുള്ള പഠനത്തിന് പ്രത്യേകം പണ്ഡിതന്മാരെ നിയമിച്ചു. മംഗോളിയൻ ആക്രമണം മുസ്ലിം ലോകത്ത് ചോരപ്പുഴയൊഴുക്കിയപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർക്ക് അസ്ഹർ അഭയകേന്ദ്രമായി. ഇവരുടെ സാന്നിധ്യം വിജ്ഞാന വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. وكان الأزهر قديما يدرس العلوم الشرعية والعربية في داخل الأروقة الملحقة بالمسجد كرواق الأتراك ورواق المغاربة والرواق العباسي، وكان الطلاب يأتون من كل فج عميق يطلبون العلم، وكانت لهم غرف للمبيت، وكانت لهم أيضا إعاشة، وكانوا يقيمون بالمسجد ليل نهار، يبيتون يأكلون يشربون يدرسون. واستمر هذا الأمر إلى أن أنشئت جامعة الأزهر، فانتقلت الدراسة إلى الجامعة بكلياتها المختلفة المتخصصة
منها كلية الشريعة وكلية اللغة العربية وكلية أصول الدين، واستحدث فيما بعد كلية للدعوة الإسلامية بجانب الكليات العملية بعد ذلك من طب وهندسة وتجارة وغيرها، جميع فروع الكليات. إلا أن الأزهر عاد الآن مرة أخرى إلى سيرته الأولى، فتقام فيه الدراسات المختلفة. മുസ്ലിം സ്പെയിനും ബാഗ്ദാദുമൊക്കെയായിരുന്നു പുരാതന കാലം തൊട്ടേ മുസ്ലിം വിജ്ഞാന കേന്ദ്രങ്ങൾ. ഇവയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ അസ്ഹർ പ്രബലമായി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെത്തി. കേരളത്തിൽ നിന്ന് പോലും ആ കാലത്ത് നിരവധി പേർ അസ്ഹറിലെത്തിയിരുന്നു. ഇന്ത്യക്കാർക്കു വേണ്ടി റവാക്കുൽ ഹുനൂദ് എന്ന പേരിൽ ഒരു ഹോസ്റ്റൽ തന്നെ അക്കാലത്തുണ്ടായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലുള്ള ജ്ഞാനധന്യരെ വാർത്തെടുക്കുന്നതിൽ അൽ അസ്ഹർ മുഖ്യമായ സ്ഥാനമാണ് വഹിച്ചത്. കേരളത്തിലെ മതപഠന രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ പൊന്നാനിയിലെ ദർസും സിലബസുമൊക്കെ മഖ്ദൂമിന്റെ അസ്ഹർ സ്വാധീനത്തിലുണ്ടായതാണെന്ന് മനസ്സിലാക്കാനാകും. അൽ അസ്ഹറിന്റെ തുല്യതാ ക്യാമ്പസായി കോഴിക്കോട്ടെ മർക്കസു സക്കാഫത്തി സുന്നിയെ അംഗീകരിച്ചത് ഈ ബന്ധത്തിന്റെ ധന്യമായൊരു തുടർച്ചയാണ്. ഇപ്പോഴും നിരവധി കേരളീയർ അസ്ഹറിൽ വിദ്യ നേടാനെത്തിയിരിക്കുന്നു. കേവല പഠനബോധനത്തിനപ്പുറം അസ്ഹരി ബിരുദത്തിന് ലോകതലത്തിലുള്ള അംഗീകാരവും ആദരവുമാണ് ഇപ്പോഴും വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. نسبت العلاقة بين الأزهر وبين الدول الإسلامية الأخرى كالهند وباكستان وغيرها من جميع الدول العربية وغير العربية. جميع الدول الإسلامية تبعث بأبنائها إلى الأزهر، يعيشون في مدينة تسمى بمدينة البعوث الإسلامية، ويدرسون أيضا بجامعة الأزهر في دراسات مختلفة من جميع فروع الدين وفروع الشريعة وأصول الدين وأصول الشريعة. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സൗകര്യമുണ്ടായിരുന്നു. ഓരോ വിഭാഗം ആളുകൾക്കുമായി പ്രത്യേകം റൂമുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും അതിന്റെ അടയാളങ്ങൾ അസ്ഹർ പള്ളിയിൽ കാണാം. അസ്ഹറിന്റെ മേധാവിയായ ഷെയ്ഖുൽ അസ്ഹറിന് അന്താരാഷ്ട്ര തലത്തിൽ വൻ സ്വീകാര്യതയാണ് ഇന്നുമുള്ളത്. പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഷെയ്ഖുൽ അസ്ഹറിന്റെ വാക്കുകൾക്ക് കാതോർക്കുകയെന്ന പാരമ്പര്യം ഈജിപ്തിലുണ്ട്. അൽ അസ്ഹർ സർവകലാശാല ഇന്ന് പുതിയ ക്യാമ്പസിലേക്ക് പറിച്ചു നട്ടിരിക്കുകയാണ്. അൽ അസ്ഹർ പള്ളി കെയ്റോയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിന്ന്. നൈൽ മഹാനദിയാണ്. പ്രതാപപൂർണമായ ചരിത്രത്തിൽ നിന്ന് വിക്ഷുബ്ധമായ വർത്തമാനകാലത്തേക്ക് അനുസ്യൂതം ഒഴുകുന്നു നൈൽ. സഹസ്രാബ്ദങ്ങളായി നൈൽ വടക്കൻ ആഫ്രിക്കക്കാർക്ക് ദൈവം തന്നെയാണ്, അന്നദാതാവും.
നൈലിലൂടെയുള്ള ഒരു യാത്ര ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. അത് കാലങ്ങളിലൂടെയുള്ള പ്രയാണം കൂടിയാണ്. കെയ്റോ നഗരത്തിലെ അമ്പരചുംബികളും ജിസയിലെ പടുകൂറ്റൻ പിരമിഡുകളും സ്ഫിങ്സും അബൂ സിംബലിലെ അത്ഭുതക്ഷേത്രവും കടന്ന് മനുഷ്യൻ ജനിച്ച നിബിഡവനങ്ങളിലേക്ക് വരെ നൈൽ നമ്മെ എത്തിക്കുന്നു. പുരാതന ഈജിപ്തുകാർ നൈലിനെ ആരാധിച്ചിരുന്നു. പക്ഷേ ഹീബ്രു ജനത്തിന് നൈൽ പേടിസ്വപ്നമായിരുന്നു. ഹീബ്രുകളുടെ അംഗബലം വർദ്ധിക്കുന്നത് തടയാൻ ഓരോ കുടുംബത്തിലെയും ആദ്യ ശിശുവിനെ നൈലിൽ മുക്കിക്കൊല്ലണമെന്നായിരുന്നു ഫറോവയുടെ കൽപ്പന. നൈലിന്റെ തടത്തിൽ ഉദയം ചെയ്ത മഹാസംസ്കാരങ്ങളായ നോബിയ, മെറോയി, ഈജിപ്ത് എന്നിവ ഒന്നൊന്നായി അസ്തമിച്ചുവെങ്കിലും നൈൽ ഇടമുറിയാതെ ഒഴുകുകയാണ്. മഹത്തുക്കളായ പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ചരിത്രത്തോടൊപ്പമായിരുന്നു നൈലിന്റെ പ്രവാഹം. മൂസാ നബി, യൂസഫ് നബി, ഇമാം ഷാഫി, അംർ ഇബ്നുൽ ആസ് തുടങ്ങിയവരുടെ ചരിത്രം നൈലിനെ കൂടാതെ പൂർണ്ണമാകില്ല. ധിക്കാരികളായ ഫിർഔന്റെയും കാറൂനിന്റെയും തകർച്ചയ്ക്കും ഈ മഹാനദി സാക്ഷിയായി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ. ഇത്യോപ്യയിലെ താന തടാകത്തിൽ ഉത്ഭവിക്കുന്ന ബ്ലൂ നൈലും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വൈറ്റ് നൈലും വടക്കോട്ടൊഴുകി സുഡാന്റെ തലസ്ഥാനമായ കാർത്തൂമിൽ കൂടിച്ചേരുന്നു. പിന്നീട് ഒറ്റ നദിയായി സുഡാനിലൂടെയും ഈജിപ്തിലൂടെയും ഒഴുകി കെയ്റോ നഗരത്തിന് സമീപം വെച്ച് മധ്യധരണ്യാഴിയിൽ പതിക്കുമ്പോഴാണ് നൈൽ പൂർണ്ണമാകുന്നത്. കാർത്തൂം മുതൽ മധ്യധരണ്യാഴി വരെയുള്ള നൈലിനെ പ്രോപ്പർ നൈൽ എന്ന് വിളിക്കുന്നു. കിലോമീറ്ററാണ് പ്രോപ്പർ നൈലിന്റെ നീളം. 3 നൈലുകൾക്കും കൂടി 6695 കിലോമീറ്റർ നീളമുണ്ട്. മഴക്കാടുകളിലൂടെയും മലയടിവാരങ്ങളിലൂടെയും ഒഴുകുന്ന നൈൽ കാർത്തൂം കഴിഞ്ഞാൽ പൂർണ്ണമായും മരുഭൂമിയിലൂടെയാണ് ഒഴുകുന്നത്. പുരാതന ഈജിപ്തുകാർ ഇദേരു എന്നാണ് നൈലിനെ വിളിച്ചിരുന്നത്. മഹാനദി എന്നർത്ഥം. ഗ്രീക്കുകാരാണ് നദീതടം എന്നർത്ഥത്തിൽ നെയ്ലോസ് എന്ന് ഈ മേഖലയെ വിശേഷിപ്പിച്ചത്. നെയ്ലോസാണ് പിന്നീട് നൈലായി മാറിയത്. ഈജിപ്തിനെ നൈലിന്റെ വരദാനം എന്ന് വിശേഷിപ്പിച്ചതും ഒരു ഗ്രീക്കുകാരൻ തന്നെ. ചരിത്രകാരനായ ഹെറോഡോട്ടസ് വേനലിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന നദിയാണ് നൈൽ. ഈ വെള്ളപ്പൊക്കം സഹസ്രാബ്ദങ്ങളായി മരുഭൂമിയിൽ കഴിയുന്ന മനുഷ്യർക്ക് അനുഗ്രഹമാണ് താനും. വെള്ളമിറങ്ങുമ്പോൾ മണ്ണ് ഫലഭൂയിഷ്ടമാകും. അടുത്ത സീസൺ വരെയുള്ള കൃഷിക്ക് അത് ധാരാളം.
ചുട്ടുപഴുക്കുന്ന സഹാറയുടെ വരമ്പുകളെ പോലും ആർദ്രമാക്കാനുള്ള കഴിവുണ്ട് നൈലിന്. പണ്ടുകാലം മുതലേ ഭരണാധികാരികൾ ഈ വെള്ളപ്പൊക്കം ഉപയുക്തമാക്കാൻ ശ്രമിച്ചിരുന്നു. കനാലുകൾ വെട്ടിയും തടം കെട്ടിയും അവർ നൈലിന്റെ അനുഗ്രഹത്തെ പങ്കുവയ്ക്കുന്നു. ആധുനിക ഈജിപ്തിൽ നൈലിൽ നടന്ന ശ്രദ്ധേയമായ നിർമ്മാണ പ്രവർത്തനമാണ് അസ്വാൻ അണക്കെട്ട്. ജമാൽ അബ്ദുൽ നാസറിന്റെ കാലത്താണ് അണക്കെട്ട് ഉയർത്തപ്പെട്ടത്. അണക്കെട്ടിലൂടെ സൃഷ്ടിക്കപ്പെട്ട ജലാശയത്തിന് നാസർ തടാകം എന്നാണ് പേര്. ഒരിക്കൽ നൈലിലെ വെള്ളം കുടിച്ചാൽ അവർ വീണ്ടും വീണ്ടും ഈജിപ്തിലെത്തുമെന്ന് ഈജിപ്തുകാർ പറയും. ഈ ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് ഈജിപ്തിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്ന സഞ്ചാരികളുടെ കൂട്ടം. നൈൽ തീരത്തെ വയലുകളിലെ മണ്ണിന്റെ കറുപ്പ് ഈ പ്രദേശത്തെ കർഷകരുടെ തൊലിപ്പുറത്തുമുണ്ട്. പ്രാദേശിക ഭാഷാന്തരത്തിലും പരമ്പരാഗത വേഷത്തിലും ഇവർ വ്യത്യസ്തത പുലർത്തുന്നു. കറുത്ത നാട്ടിൽ നിന്ന് പുഴയോടൊപ്പം ഒഴുകിയെത്തിയ വേഷപ്പകർച്ചകൾ. യത്ഫോയിലും അസ്വാനിലും താമസിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും കർഷകരാണ്. കെയ്റോയിലേതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിതത്തിന്റെ നൂതന സങ്കേതങ്ങൾ തേടി പാടം കയറിയിട്ടില്ല. നൈലിന്റെ യഥാർത്ഥ സന്തതികളായ ഈ കർഷകർ മണ്ണിനോട് മല്ലിട്ട് പൊന്നു വിളയിക്കുന്നു. ശാന്തമായി ഒഴുകുന്ന നദിയുടെ ഫലസമ്പത്ത് ഇവരുടെ സ്വഭാവഗുണമായി രൂപപ്പെട്ടിരിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെ തെളിനീരൊഴുക്കിൽ മുങ്ങിക്കുളിച്ച് ഹൃദയശുദ്ധി നേടിയ ജനസമൂഹം. സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ജീവിതമുദ്രകൾ ഹൃദയത്തിലേറ്റിയവർ. പള്ളിക്കൂടത്തിൽ ചൊല്ലിക്കൊടുക്കുന്നതും വയലിൽ പണികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഇദ്ദേഹമാണ്. ശിഷ്യഗണങ്ങൾ സദാസമയവും കൂടെയുണ്ട്. ഇദ്ദേഹം ഗ്രാമത്തിന്റെ ഗുരുവാണ്. അസ്തമയങ്ങളിൽ ഇവിടെയൊരു കേന്ദ്രം. പഠനവും പാഠ്യേതര വിഷയങ്ങളും ഏകോപിപ്പിക്കുന്നതും ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുന്നതും ഇവിടെ വെച്ചാണ്. ഇത് സൂഫി സമ്പ്രദായത്തിന്റെ തുടർച്ചയാണ്. പ്രകീർത്തന കാവ്യങ്ങളും മറ്റിതര സൂഫി കവിതകളും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. Yeah.
ഇവരിലെ അന്താരാഷ്ട്ര പ്രശസ്തനായ കാവ്യാലാപകനാണ് റിളുവാൻ. വർഷത്തിലൊരിക്കലെങ്കിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമെല്ലാം ഇദ്ദേഹത്തിന് പൊതുവേദി ലഭിക്കാറുണ്ട്. ഈജിപ്തിൽ ഇദ്ദേഹം പ്രശസ്തനാണ്. കാസറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. ഈ കർഷകരുടെ സൽക്കാരമുറകൾ വിസ്മയക്കാഴ്ചയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി മനം കവരുന്നു. സ്വന്തം വയലിൽ വിളഞ്ഞ ധാന്യവും പഴങ്ങളും കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ ഏറെ രുചികരമാണ്. ആടും പശുവും ഒട്ടകവും കഴുതയും കർഷക കുടിലുകളിൽ ധാരാളമുണ്ട്. ആട്ടിൻപറ്റങ്ങളെ കഴുതപ്പുറത്തിരുന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളെയും സ്ത്രീകളെയും യഥേഷ്ടം കാണാം. ഒരു വടിയും കഴുതയും സാധാരണക്കാരായ കർഷകരുടെ കൂടെയുണ്ടാകും. വയലുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഗോതമ്പും കരിമ്പും മാർക്കറ്റിൽ എത്തിക്കുന്നതിനുമുള്ള ചെറിയ വണ്ടികൾ വലിക്കുന്നതും കഴുതകൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ടൂ വീലർ ഉപയോഗിക്കുന്ന ലാഘവത്തോടെയാണ് ഇവിടെ കുട്ടികൾ കഴുത സവാരി നടത്തുന്നത്. രണ്ട് കാലുകൾ കൊണ്ടാണ് സവാരി നിയന്ത്രിക്കുന്നത്. കാലുകളുടെ താളത്തിലുള്ള ചലനത്തിൽ നിന്നാണ് എത്ര വേഗതയിലാണ് നടക്കേണ്ടതെന്ന് കഴുതകൾ മനസ്സിലാക്കുന്നത്. പൗരാണികതയും പച്ചപ്പും ഒരുമിച്ച് ചേർന്ന ഗ്രാമക്കാഴ്ചകൾ അതിമനോഹരമാണ്. ലക്സറിൽ നിന്ന് മുന്നോട്ട് നീങ്ങും തോറും വൈവിധ്യമാർന്ന കാഴ്ചകൾ തെളിയും. നൈലിൽ കുളിച്ചു കയറുന്ന സുപ്രഭാതത്തിന്റെ മനോഹാരിതയിലേക്ക് ട്രെയിൻ ഓടിയെത്തി. ഇപ്പോൾ നൈൽ കെയ്റോയുടെ പ്രാന്തങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടെ മണ്ണിനും മനുഷ്യനും ഏറെ നിറവ്യത്യാസം വന്നിട്ടുണ്ട്. കറുപ്പ് നിറം വിട്ട് വെളുത്ത മനുഷ്യനും വർണ്ണശബളമായ അന്തരീക്ഷവുമാണ്.
നൈൽ തീരത്ത് നിറയെ കെട്ടിടങ്ങളാണ്. പുതിയ പാടങ്ങളിൽ ടൂറിസമാണ് വിളയുന്നത്. ബോട്ട് യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഡാൻസും പാട്ടുമായി ബോട്ടുകളും കപ്പലുകളും നദിയിൽ സജീവമാണ്. കെയ്റോയുടെ കേന്ദ്രഭാഗത്ത് നൈൽ കരയിൽ പ്രധാന ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നു. കെയ്റോയിലെ നൈലിന് കർഷകരുടെ ചൂടും ചൂരും നഷ്ടപ്പെട്ടിരിക്കുന്നു. സഞ്ചാരികളെ സ്വീകരിക്കാൻ മേക്കപ്പെട്ടു നിൽക്കുകയാണ് നൈൽ. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട കാറൂൻ എന്ന അഹങ്കാരിയെപ്പറ്റി ഇസ്ലാമിക രേഖകളിൽ ധാരാളം പറയുന്നുണ്ട്. വിശുദ്ധ ഖുറാനിൽ ഖസസ് സൂറയിലാണ് കാറൂനെ കുറിച്ചുള്ള വിശദ പരാമർശങ്ങളുള്ളത്. കാറൂൻ ജീവിച്ചത് ഈജിപ്തിലായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഫയുമിൽ സ്ഥിതി ചെയ്യുന്ന കാറൂന്റെ കോട്ടയും പരിസരങ്ങളും ചരിത്രവീഥിക്കു വേണ്ടി ഞങ്ങൾ പകർത്തുകയുണ്ടായി. അഹങ്കാരിയും ദുർനടപ്പുകാരനുമായിരുന്നു കാറൂൻ. അവൻ പണത്തെയും പ്രതാപത്തെയും ആരാധിച്ചു. രണ്ടും അവനെ മത്തുപിടിപ്പിച്ചു. അഹങ്കാരം അവനെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അന്ധനാക്കി. ജനങ്ങളെ സേവിക്കുന്നതിനു പകരം അയാൾ അവരെ അടിമകളാക്കി. കരുത്തരായ ഒരു സംഘം ആളുകൾക്ക് ചുമക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ കാറൂന്റേതായുണ്ടായിരുന്നെന്ന് ഖുറാൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ഇതൊരു ചരിത്ര സംഭവമാകുന്നു. കാറൂൻ മോസയുടെ ജനങ്ങളിൽപ്പെട്ടവനായിരുന്നു. പിന്നീടവൻ സ്വജനത്തിനെതിരെ ധിക്കാരിയായി. നാം അവന് അനേകം ഖജനാവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എത്രത്തോളമെന്നാൽ അവയുടെ താക്കോലുകൾ വഹിക്കാൻ ഒരു പറ്റം കൊല്ലന്മാർ തന്നെ ക്ലേശിച്ചിരുന്നു. ഈ വഴിവിട്ട പോക്കിൽ കാറൂനെ ഉപദേശിക്കാൻ സജ്ജനങ്ങളായ ചിലർ മുന്നോട്ടു വന്നു. എന്റെ അറിവും കഴിവും കൊണ്ടാണ് എനിക്ക് പണമുണ്ടായത്. അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെലവഴിക്കും. ഇതായിരുന്നു കാറൂന്റെ മറുപടി. അങ്ങനെ സർവാഡംബര വിഭൂഷിതനായി കാറൂൻ ജനങ്ങൾക്കിടയിലിറങ്ങി. പത്രാസും അലങ്കാരങ്ങളും പ്രദർശിപ്പിച്ച് ജനങ്ങളെ മത്തുപിടിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഈ വഴിവിട്ട പോക്കിൽ കാറൂനെ പിന്തുണയ്ക്കാൻ അനുയായികളെയും കിട്ടി. കാറൂനെ പോലെ ഞങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിലെന്ന് അവർ ആഗ്രഹം പൂണ്ടെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം അഹങ്കാരികൾക്ക് താക്കീതായി. കാറൂനെ കൊട്ടാര സഹിതം ഭൂമിക്കടിയിലേക്ക് താഴ്ത്തി. ഈ സമയത്ത് അയാളെ രക്ഷിക്കാൻ സ്തുതിപാഠകർക്കൊന്നും കഴിഞ്ഞില്ല. ആ ധിക്കാരിയുടെ അന്ത്യം ദാരുണമായിരുന്നുവെന്ന് ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നു. ചിന്നിച്ചിതറിക്കിടക്കുന്ന കോട്ടയിലെ അറകൾ കാറൂന്റെ പണപ്പെട്ടികളായിരുന്നു അത്രേ. Al-Khaliq made the oceans, rivers, lakes, streams and rain. Bow their waves in pure submission upon the earth to praise His name. La ilaha illallah, la ilaha illallah, la ilaha illallah. 4 നിലകളുണ്ടായിരുന്ന കോട്ടയുടെ 3 നിലകളാണ് ഭൂമിക്കടിയിൽ താഴ്ത്തപ്പെട്ടതെന്ന് ഇവിടെ സർക്കാർ നിയോഗിച്ച ഗൈഡ് വിശദീകരിച്ചു തന്നു.
കോട്ടയുടെ അവശിഷ്ടങ്ങളെന്ന് തോന്നിക്കുന്ന കൽക്കെട്ടുകളും പരിസരത്ത് കാണാവുന്നതാണ്. കാറൂന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തടാകവുമുണ്ട് കോട്ടയുടെ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത്. ഇവിടെ ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നു. കെയ്റോയിൽ നിന്നും 91 കിലോമീറ്റർ അകലെയുള്ള തൊന്ത നഗരം അഹമ്മദുൽ ബദവിയുടെ പള്ളിയും മക്ബറയും കൊണ്ട് പ്രശസ്തമാണ്. ഇസ്ലാമിലെ ആത്മീയ രംഗത്തെ 4 യുഗപുരുഷന്മാരിൽ ഒരാളാണ് അഹമ്മദുൽ ബദവി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി, അബുൽ അബ്ബാസ് സുഷാദുലി, അഹമ്മദുൽ കബീർ അൽ റിഫായി എന്നിവരാണ് മറ്റു വ്യക്തിത്വങ്ങൾ. ഷെയ്ഖ് ഷാദുലിയുടെ സമകാലീനനായ ഷെയ്ഖ് ബദവിയുടെ പേരിൽ അഹമ്മദി ത്വരീഖത്ത് ഈജിപ്തിൽ സജീവമാണ്. ബദവി പള്ളിയുടെ ഇരു പാർശ്വങ്ങളിലുമായി നഗരം നീണ്ടുകിടക്കുന്നു. വിശാലമായ മുറ്റം ആയിരങ്ങളെ ഉൾക്കൊള്ളുന്നു. ഏതു സമയത്തും ജനനിബിഡമാണ് ഈ കൊച്ചുപട്ടണം. നാടിന്റെ നാനാഭാഗത്തുനിന്ന് മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഈ നഗരത്തിലെത്തുന്നു. തങ്ങളുടെ ആവലാദികളും വേവലാദികളും ഇറക്കിവെച്ച് പരിഹാരം തേടാനുള്ള അത്താണിയാണ് അഹമ്മദുൽ ബദവിയുടെ മക്ബറ. പിഞ്ചുകിടാങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ ബദവിയുടെ മക്ബറയിലെത്തുന്നു. അവിടെ വെച്ചാണ് കുട്ടികൾക്ക് നാമകരണം ചെയ്യുന്നത്. അവിടെ വെച്ചാണ് പലപ്പോഴും ആദ്യാക്ഷരം കുറിക്കുന്നത്. ആത്മീയ സാമ്രാജ്യത്തിലെ ചതുർവ്യക്തിത്വങ്ങളിൽ ഒരാളായ അഹമ്മദുൽ ബദവിയുടെ ചാരത്ത് പ്രാർത്ഥിക്കാൻ സൗഭാഗ്യം ലഭിച്ചതിന് പ്രപഞ്ചനാഥനെ സ്തുതിച്ചു. അഹമ്മദുൽ ബദവിയുടെ മഖാമിന് സമീപത്തെ ഒരു മുറിയിൽ തിരുനബിയുടെ വിശുദ്ധ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായി മാത്രം തുറക്കുന്ന ഈ വാതിലുകൾ ചരിത്രവീഥിക്കായി ദർഗാ ഭാരവാഹികൾ തുറന്നു തന്നു. സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിവെച്ച അലമാരയ്ക്കുള്ളിലാണ് വിശുദ്ധ കേശമുള്ളത്. അഹമ്മദുൽ ബദവിയുടെ തലപ്പാവ്, തസ്ബീഹ് മാല എന്നിവയും ഏറെ പവിത്രതയോടെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Our guide is the Quran, our religion is Islam. أما هذه فهي العمامة التي كان يلبسها سيدي أحمد في وقت الحرب، زي الخوذة أو الطاسة اللي بيلبسها الجندي المقاتل الآن. لها لسامين حتى لا تقع على الأرض، ولذلك يلقب سيدي أحمد الملثم. الملثم لأن عمامته كانت لها لسامين حتى لا تقع على الأرض. هذه العمامة هي نفسها من يوم سيدي أحمد إلى يومنا هذا. القماش لم يصب بعتة ولم يصب بأي أذى. ചുവപ്പും മഞ്ഞയും കലർന്ന് നരച്ച നിറമാണ് കെയ്റോയുടെ കാഴ്ചകൾക്ക്. പുരാതന കെട്ടിടങ്ങളും പള്ളിമിനാരങ്ങളും കോട്ടകളുമൊക്കെ സമ്മാനിക്കുന്നത് നരച്ച കാഴ്ചകൾ മാത്രം. നിറത്തിന്റെ കാര്യത്തിൽ മധ്യകാല യുഗത്തിന്റെ തടവറയിൽ നിന്നും ഈ പട്ടണം ഇപ്പോഴും മുക്തമായിട്ടില്ല എന്ന് തോന്നും. പ്രത്യേകിച്ചും പുരാതന കെയ്റോയുടെ ഭാഗങ്ങൾ.
ഈ കാഴ്ചകൾക്ക് കരുത്തു പകരുന്നതാണ് നഗരത്തിന്റെ കിഴക്കേ അതിർത്തിയായ മുഖത്തം മല. ഔലിയാമലയെന്നാണ് സാധാരണക്കാർ ഇതിനെ പരിചയപ്പെടുത്തുക. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പല മഹത് വ്യക്തിത്വങ്ങളുടെയും വാസസ്ഥാനവും വിഹാര കേന്ദ്രവുമാണിത്. പരശതം ഔലിയാക്കൾ ഈ പർവ്വതസാനുവിൽ മറപ്പെട്ടു കിടക്കുന്നു. ഇവിടെ കബറടക്കപ്പെടുന്നവർ സ്വർഗവാസികളാണെന്ന് പൂർവ്വവേദങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് പണ്ടുമുതലേ തന്നെ മുഖത്തം മല വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാണ്. യൂസഫ് നബിയുടെ സഹോദരൻ യഹൂദ് മുഖത്തുമിലായിരുന്നത്രേ താമസിച്ചിരുന്നത്. യാക്കൂബ് നബിയും വർഷങ്ങളോളം അവിടെ താമസിച്ചു. യൂസഫ് നബിയെ ഈ മലഞ്ചെരുവിലാണ് മറയടക്കിയിരിക്കുന്നതെന്നും പിൽക്കാലത്ത് മൂസ നബിയുടെ കാലത്ത് തിരുശരീരം പലസ്തീനിൽ കബറടക്കുകയായിരുന്നെന്നും ചരിത്രം പറയുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വിശുദ്ധ മലകളിൽപ്പെടുന്ന മുഖത്തമിന്റെ താഴ്വാരത്ത് കിലോമീറ്ററുകളോളം ദൂരം മക്ബറകളാണ്. 5 സ്വഹാബികളെ ഇവിടെ കബറടക്കിയിട്ടുണ്ടെന്ന് ഇമാം മാലിക്കിന്റെ ശിഷ്യനായ ഇമാം അബ്ദുല്ലാഹിബിൻ വഹാബ് പറയുന്നു. മൂസാ നബിയുടെ ജീവിത ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന പ്രദേശമാണിത്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ജ്ഞാനധന്യനായ പണ്ഡിത പ്രതിഭ അഹമ്മദ് അത്തായില്ലാഹി സിക്കന്ദരിയുടെ മസാർ മുഖത്തം മലയുടെ ചാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അധികം ചെറുതല്ലാത്ത പള്ളിയുടെ വലത്തുഭാഗത്തായാണ് വിശുദ്ധ കബറിടം. ഈജിപ്തിൽ ജനിച്ച് അവിടെ തന്നെ വിദ്യ നേടുകയും വിജ്ഞാന പ്രസരണം നടത്തുകയും ചെയ്ത മഹാത്മാവാണ് ഇദ്ദേഹം. ശൈഖ് ചാദുരിയുടെ ഇഷ്ടശിഷ്യരിലൊരാളായ അത്തായില്ലാഹി കുറച്ചുകാലം അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനുമായിരുന്നു. ഇസ്ലാമിക് ഫിലോസഫി കേന്ദ്രമാക്കിയുള്ള ഹിക്കം എന്ന മഹാഗ്രന്ഥമാണ് ഇദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ്. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലത്തോടും ആശയപരപ്പിനോടും അടുത്തു നിൽക്കുന്നതാണ് ഹിക്കമിന്റെ ഉള്ളടക്കമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്നും ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും ഗവേഷണ വിഷയമാവുകയും ചെയ്യുന്ന മഹാഗുരുവിന്റെ സാന്നിധ്യം ചരിത്രവീഥിയുടെ അപൂർവ ഭാഗ്യമാണ്. ഇസ്ലാമിലെ ആധ്യാത്മിക വഴികളായ ത്വരീഖത്തുകൾക്ക് ഈജിപ്തിൽ ആഴത്തിൽ വേരുറപ്പിക്കാനായിട്ടുണ്ട്. കാലങ്ങളായി മിസ്രികളുടെ ജീവിതത്തെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും മഹാഗുരുക്കളുടെ പാഠങ്ങളാണ്. ഷെയ്ഖ് ഷാദുലി, ഇമാം ദുസൂഹി, ഇമാം ബദവി തുടങ്ങിയവരുടെ മസാറുകൾ എപ്പോഴും ജനനിബിഡമാണ്. കെയ്റോയിൽ നിന്ന് 1000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഇമാം ഷാദുലിയുടെ മഖാം സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് ഷാദുലിയിലെത്താൻ. ഒരു തരി പച്ചപ്പുമില്ലാത്ത നരച്ച മരുഭൂമിയിലൂടെയാണ് ഷെയ്ഖ് ഷാദുലിയിലേക്കുള്ള വഴി. ഉമൈസറ എന്നും മക്ബറ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട വീടുകളും ഗ്രാമീണ കാഴ്ചകളും മാത്രം. ഈ റോഡ് ഷെയ്ഖ് ഷാദുലിയിലേക്കായി പ്രത്യേകമുണ്ടാക്കിയതാണ്. പല ഭാഗത്തും വീതി കൂട്ടുന്ന ജോലി നടക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ യാത്ര ദുഷ്കരമായിരുന്നു. ലക്സറിൽ നിന്ന് സാധാരണഗതിയിൽ ഈ വഴിയിലൂടെ 5 മണിക്കൂർ യാത്ര ചെയ്യണം ഇമാമിന്റെ മഖാമിലെത്താൻ. ഇത് പഴയ കാലത്ത് ഹാജിമാർ യാത്ര ചെയ്തിരുന്ന വഴിയാണ്.
ഒട്ടകപ്പുറത്തും കാൽനടയായും അവർ ഈജിപ്തിന്റെ അതിരുകടന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ഈ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ചെങ്കടലാണ് അതിരിടുന്നത്. മൊറോക്കോയുടെ വടക്കുഭാഗമായ ഗുമാറയിൽ 1797 ഷെയ്ഖ് ഷാദുലി ജനിക്കുന്നത്. ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേതെങ്കിലും ഫെസിലെ ഖറാവിയീൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസത്തിലൂടെ അറിവിന്റെ അറ്റമില്ലാത്ത മേഖലകളിലേക്ക് ഷാദുലി യാത്ര തുടങ്ങി. 1258 മക്കയിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെട്ട അദ്ദേഹത്തെ ഉമൈസറയിൽ ഖബറടക്കുകയായിരുന്നു. ഷാദുലിയിലേക്കുള്ള വഴിയിൽ സിദി സാലിം എന്ന മഹാന്റെ മക്ബറയും ചെറിയ പള്ളിയുമുണ്ട്. Our guide is the Quran, our religion is Islam. 5 noble pillars upholding what is virtuous. ഞങ്ങൾ ഉമൈസറയിലെത്തുമ്പോൾ തികഞ്ഞ ശാന്തതയായിരുന്നു അവിടെ. And the fast and the prayer, the pilgrimage and charity. സന്ദർശകരുടെ ബഹളം തുടങ്ങിയിട്ടില്ല. ഏതാനും ചെറിയ കെട്ടിടങ്ങളും കടകളും അവയ്ക്ക് നടുവിൽ ഗാംഭീര്യം മുറ്റുനിൽക്കുന്ന താഴികക്കുടത്തോടെയുള്ള മക്ബറയും. മക്ബറയുടെയും പള്ളിയുടെയും പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹാഗുരുവിന്റെ സവിധത്തിലേക്ക് കടക്കുമ്പോൾ ഏതു മനസ്സും ഒന്ന് പിടച്ചുപോകും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയ വെളിച്ചം പകർന്ന മഹാത്മാവിന്റെ മസാർ സുന്ദരമാണ്. സ്വർണച്ചായ പടർന്നുകിടക്കുന്ന വിശാലമായ മഖാം, ഷാദുലി റത്തീബ് എന്ന പേരിൽ പ്രശസ്തമായ ഇമാം ചിട്ടപ്പെടുത്തിയ ദിക്റകളും പ്രാർത്ഥനകളും നടത്താൻ സൗകര്യത്തോടെയാണ് മക്ബറ പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ജാഫർ അസ്ഹരിയുടെ നേതൃത്വത്തിൽ ഇമാമിന്റെ സന്നിധിയിൽ എല്ലാം മറന്ന് ഞങ്ങളിരുന്നു. മനസ്സിന് കുളിരേകുന്ന ആ നിമിഷങ്ങളിൽ മക്ബറയിൽ മദ്ഹ് ഗീതങ്ങൾ നിറഞ്ഞു. ഷാദുലിയുടെ സാമീപ്യം കൊതിക്കുന്ന വിശ്വാസികൾക്ക് അഭിവാദ്യങ്ങൾ സമർപ്പിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്. ഷാദുലിയുടെ ഉറൂസിന് ഓരോ വർഷവും 5 ലക്ഷത്തോളം പേരാണ് മരുഭൂമി മുറിച്ചുകിടന്ന് ഈജിപ്തിന്റെ ഈ അറ്റത്തെത്തുന്നത്. താൻ ഉമൈസറയിലായിരിക്കും അന്ത്യവിശ്രമം കൊള്ളുകയെന്ന് ഷാദുലി ശിഷ്യന്മാർക്ക് സൂചന നൽകിയിരുന്നുവെന്നാണ് ചരിത്രം. ഈ മലമ്പ്രദേശത്ത് ദിവസങ്ങളോളം ആരാധനയിൽ മുഴുകാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. ടുണീഷ്യ, മൊറോക്കോ, ഒമാൻ, സിറിയ, ഇറാഖ്, ശ്രീലങ്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, മൗറീഷ്യസ്, ഇന്തോനേഷ്യ, തുർക്കി, ഫിലിപ്പൈൻസ്, പലസ്തീൻ, മലേഷ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ഷാദുലി ത്വരീഖത്തിന് ശക്തമായ വേരുകളുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി ഷാദുലിയിലെത്തുന്നവർക്ക് വിശ്രമിക്കാൻ സൗകര്യമുണ്ടിവിടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഷാദുലി അനുയായികളുടെ കൂട്ടായ്മകളാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കെട്ടിയുണ്ടാക്കിയ കൊച്ചു കുടിലുകളിലൊന്നിൽ സന്ദർശകർക്കായി സ്പെഷ്യൽ കഹ്വ തയ്യാറാക്കുന്നു. ഇന്ത്യക്കാരാണെന്നറിഞ്ഞപ്പോൾ ദരിദ്രനായ മിസ്രിക്ക് ഏറെ നാടൻ കഹ്വയൊഴിച്ച് ഞങ്ങളെ സൽക്കരിച്ചു.
സന്തോഷത്തിനായി ഞങ്ങൾ നൽകിയ ഈജിപ്ഷ്യൻ ഡോളർ തിരിച്ചു തന്ന് ഇനിയും ഒരിക്കലൂടെ ഉമൈസറയുടെ ചാരത്ത് കാണാമെന്ന് ആശീർവദിച്ച് ആ നല്ല മനുഷ്യൻ ഞങ്ങളെ യാത്രയാക്കി. ഷെയ്ഖ് ഷാദുലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബൂ യസീദുൽ ബിസ്ത്വാമിയുടെ മക്ബറയും സന്ദർശിച്ചാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. തനി ഗ്രാമീണ ഈജിപ്തിന്റെ കാഴ്ചകളിൽ മുങ്ങി നിൽക്കുന്നതാണ് ചെറിയ പള്ളിയും മക്ബറയും. ഇസ്ലാമിക ചിന്തയെയും ചരിത്രത്തെയും സ്വാധീനിച്ച ഒരുപാട് ശിഷ്യന്മാരുണ്ട് ഷെയ്ഖ് ഷാദുലിക്ക്. പ്രസിദ്ധ സൂഫി ഗുരു അബുൽ അബ്ബാസുൽ മുർസി, ബുർദയുടെ രചയിതാവ് ഇമാം ബൂസൂരി, ദലായിലുൽ ഖൈറാത്തിന്റെ രചയിതാവ് ഇമാം ജസൂലി, 3 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്ന ഇമാം സുയൂദ്ദി, യാഖൂദുൽ അർശി, അഹമ്മദ് അത്വായില്ലാഹി സിക്കന്ദരി എന്നിങ്ങനെ പ്രഗത്ഭരുടെ പട്ടികയാണത്. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കു വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്. മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന 100 കണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലും ഇവർക്കു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണ് ഇവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാഠവം വർദ്ധിപ്പിച്ചും ഈ ദൈന്യ ജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. ഈ നിസ്സഹായരായ കുഞ്ഞുങ്ങൾക്ക് അന്നവും അറിവും നൽകുന്ന കാരുണ്യയജ്ഞത്തിന് സഹൃദയരുടെ പിന്തുണ തേടുന്നു. ഒരു കുട്ടിയുടെ 1 വർഷത്തെ ചിലവുകൾക്ക് 13,500 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, മഅദിൻ ക്യാമ്പസ്, സൊലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 04832 738343, 04832 737076.